ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐം കീർത്തന. ദിസ് മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്കറിയില്ലല്ലേ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഇന്നിവിടെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂം ഞാൻ കുറേ ദിവസം ഇങ്ങനെ ഫോട്ടോസ് ഒട്ടിക്കണം. എൻ്റെ റൂം ഇങ്ങനെ എൻ്റെ ഫോട്ടോസ് കണ്ടെങ്കിൽ കുളിക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് എങ്ങോട്ടേലും പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ പോയാൽ പോലും അത് എൻ്റെ റൂമാണെന്ന് തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ മേടിച്ചതാണ്. മീൻസ് കൊടുത്തിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഉണ്ടാക്കി മേടിച്ചാണ് കേസ്. ചെറിയ ഫോട്ടോസ് ഉണ്ട്, വലിയ ഫോട്ടോസൊക്കെ ഉണ്ട്. വലിയ ഫോട്ടോ, ഇത് കുഞ്ഞി ഫോട്ടോ. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു ക്ലിപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് ലൈറ്റ് ഒക്കെ കത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ പള്ളിപ്പെരുന്നാൾ മാതിരി ആക്കി വെക്കണം എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് സാധനം കണ്ടുപിടുത്തത്. അതായത് എന്താണെന്ന് വെച്ചാൽ ക്ലിപ്പാണ് ലൈറ്റ് കത്തണേ. ഇത് വന്നിട്ടൊരു 3-4-5 ദിവസമായി. ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് ടാപ്പൊക്കെ പൊട്ടിച്ച് ഒക്കെ ഇറക്കി. ഇതെങ്ങനെയെന്ന് വെച്ചത് എങ്ങനെ യൂസ് ചെയ്യാന്നിപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും അറിയണ്ടോ. അത് കുത്തി കൊടുത്തിട്ട് ഇതിൽ എന്നിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 15-16 ക്ലിപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക. എൻ്റെ ഒരു ക്ലിപ്പ് ഇതിൽ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ അടിക്കാനുള്ള മടി കൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചില്ല. ഇതിങ്ങനെ വെക്കാനും പറ്റും, ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ച് ലൂസാണെന്ന് നമുക്ക് ഓരോരുത്തരും ക്ലിപ്പ് ചെയ്ത് വെക്കാം. യൂസ്ഫുൾ ആണെന്നൊക്കെ നമുക്ക് പറയാം. ഫോട്ടോസ് ഇപ്പം ഇത് 22-23 ഫോട്ടോസ് ഉണ്ട്. ആകെ ക്ലിപ്പ് 16 ഉള്ളൂ. അത് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമാണ്. ഇതിൽ നമ്മൾ എവിടെ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഇവിടെ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് അതിനോട് എത്തുമെന്ന് അറിയില്ല. ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പെട്ടെന്ന് കെട്ട് കുടുങ്ങിയ ഒരു ഇതാവാൻ ചാൻസ് കൂടുതലാണ്. കെട്ടൊക്കെ വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ ആലോചിച്ച് മീൻസ് നോക്കിയിട്ട് സാധനമാണിത്. ഞാൻ അങ്ങനെ ആലോചിച്ച് മേടിക്കേണ്ടതെന്ന് ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് മേടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അച്ഛനമ്മയ്ക്ക് ആർക്കും ഒന്നും അറിയില്ല, അവർക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇവർക്ക് ലൈറ്റ് എഫക്റ്റ് ഒക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടമാകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചീറ്റി പോവാഞ്ഞാൽ മതിയായിരുന്നു, ചീറ്റിപ്പോയാൽ മുഞ്ചി അമ്മയുടെ നീട്ടേ തന്നെ. അപ്പോൾ ഞാനിതൊക്കെ സെറ്റാക്കിയതിന് ശേഷം കാണിച്ചു കൊടുക്കണം വെച്ചിട്ടാണ്. ഇത് സെറ്റാക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല, ബട്ട് നല്ല റിസ്ക് ഉണ്ട്. ഇത് ഒട്ടിക്കാൻ ഡബിൾ ടാപ്പ് വേണം. അപ്പോൾ നല്ല ഡബിൾ ടാപ്പ് നോക്കി മേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒട്ടത്തില്ല. ചിലതൊന്നും എൻ്റെ ഒട്ടിയില്ല. അപ്പം ഞാൻ പക്ഷേ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അപ്പോൾ ഗൈസ്, ഞാനത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നൈറ്റ് ലുക്ക് വീഡിയോ എടുക്കാം. ഞാനതൊരു അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഈവനിങ് ഒരു നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് നൈറ്റ് ടൈമിലെ വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു 250ക്ക് ഒരു അടിപൊളി സാധനമാണിത്. പിന്നെ എന്താ പറയുക, ലൈറ്റ് ഒരുപാടൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിൽ നന്നായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഇത്രയ്ക്കൊന്നും ഇല്ല. നൈസാണ്, ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ലവ് യു.